ദിവസമായി ഗൈസ് നമ്മുടെ മിറാമർ കളിച്ചിട്ട് നമ്മുടെ മിറാമർ മാപ്പ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സോ വെൽക്കം ബാക്ക് ടു ദ ഗെയിം പ്ലേ വീഡിയോ ഓഫ് പബ്ജി പി സി ഗൈസ്. മാക്സിമം സെറ്റിങ്സ് ആണ് കേട്ടോ, ഫുൾ ഓൺ ആക്കിയിട്ടൊക്കെയാണ്. 1080p റെക്കോർഡിംഗ് ആണ്. അപ്പോൾ 1080p റെക്കോർഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും കാണും. നമുക്കിപ്പോൾ 4K റെക്കോർഡിംഗ് നമ്മൾ ഓണായി തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4K മോണിറ്റർ വേണം, ഇല്ലെങ്കിൽ ഒരു QHD മോണിറ്റർ വേണം, എന്ന് പറഞ്ഞാൽ 2K റെസൊല്യൂഷൻ വേണം. ഇതിപ്പോൾ നമ്മൾ നോർമൽ 1080p ആണ്. ഉടനെ തന്നെ നമ്മൾ 2K ആയിട്ട് വരുന്നതാണ്. 2K കിഡ്സ് ആയിട്ടല്ല, 2K റെസൊല്യൂഷനിൽ നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് മിറാമർ കുറേ നാളായിട്ടാ കളിച്ചിട്ട്, അപ്പോൾ അതും കൂടെ നോക്കാം. അത് ഓൺ ആവുന്ന സമയത്തേക്ക് ഞാൻ കുറച്ച് റീല് കാണാൻ വേണ്ടി എടുത്തതാണ് നിങ്ങളിപ്പോൾ പാട്ട് കേട്ടത്. ഓക്കെ, നമ്മളെ ഗെയിം ഇതാ തുടങ്ങിയിരിക്കുകയാണ്. എത്ര നാളാണ് മിറാമർ കളിച്ചിട്ട്. നൈസ്. നമുക്ക് എവിടെ ചാടാം ഗൈസ്? അപ്പോൾ നമുക്കിത് ലൈവ് ഗെയിം പ്ലേ വേണം, അതുപോലെ തന്നെ ഫേസ് ക്യാമും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മളിപ്പം മെയിനായിട്ടൊരു ക്യാമറയാണ് നമ്മൾ ഷൂട്ടിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഷൂട്ടിനുള്ള സാധനം എടുത്ത് വെബ് ക്യാമായിട്ട് സെറ്റൊക്കെ ചെയ്യണം. അതൊക്കെ ചുമ്മാ തൊല്ല പിടിച്ച ഗ്യാസ് ആയതുകൊണ്ടായി നമ്മൾ കൊണ്ടുവരാത്തത്. നമുക്ക് ഇവിടെ തന്നെ ചാടിയല്ല, കുറേ അവന്മാർ വന്ന് ചാടും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് വെടികൊണ്ട് വീണാൽ നമുക്കവിടെ വീഴാം. നമുക്കിവിടെ ചാടാം കേട്ടോ. എസ്കേപ്പ് അടിച്ചിട്ട് നമുക്ക് ജോയിൻ ആകുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ബാക്കിയല്ല, മൈക്കല്ല, സ്പീക്കർ ഓഫ് ചെയ്യാം. വേറെ രാജ്യക്കാരായിരിക്കും വരണത്. കണ 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 ഉമ്മരുടെ നാലേക്ക്. ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് FPS ആണ് ഇട്ടയ്ക്കുന്നത് കേട്ടോ. പക്ക സാധനം കിട്ടും. വൗ, ഞാൻ സോളോയാണ് ഗൈസ് എടുത്തത്. മാറിപ്പോയി. ഞാൻ 4 പേര് എടുക്കാനുള്ളിടത്ത് ഞാൻ സോളോ എടുത്ത്. കുഴപ്പമില്ല, വിഷയമുള്ള കേസല്ല. നമ്മളെപ്പോഴും സോളോയാണല്ലോ, അതുകൊണ്ട് പിന്നെ സീനുള്ള കേസല്ല. നമുക്കിവിടെ അങ്ങ് ചാടാം. ചാടി കഴിഞ്ഞ് മിറാമർ മരുഭൂമി കണ്ട, നിങ്ങൾക്ക് മരുഭൂമി കാണിച്ചു തരാം. ഇതാണ് മരുഭൂമി കണ്ട. വാവ്. സൂര്യ അസ്തമനമൊക്കെ ആയി. ഇത് അവിടെ നിന്നാണ് സോൺ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതോ അവിടെ നിന്ന് നമുക്ക് പോവാം. എവനെങ്കിലും ഉണ്ടാന്ന് നോക്കാം കേട്ടോ. സൗണ്ട് ക്വാളിറ്റിയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഗെയിമിൻ്റെ സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ അത് പറയുക, അല്ലാതെ എൻ്റെ സൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പറയുക. നമുക്കെല്ലാം പരിഹാരം ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലൈവ് വേണമെന്നുണ്ടെങ്കിൽ പറയണം. എനിക്ക് താല്പര്യമുണ്ട് ലൈവൊക്കെ വരാനായിട്ട്. പക്ഷെ നമ്മുടെ കണ്ടൻറ്റ് നമ്മുടെ ടെക് പരമായിട്ട് മെയിൻ ചാനലിൽ നിൽക്കണമുണ്ട്. ഇതിനായിട്ട് 100% നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ സമയം കിട്ടുമ്പം കളിക്കണമെന്നേ ഉള്ളൂ. പണ്ട് മുതലേയുള്ള ആഗ്രഹമാണ് ഒരു ഗെയിമിങ് PC ഒക്കെ ബിൽഡ് ചെയ്ത് ഗെയിമൊക്കെ കളിക്കണമെന്നുള്ളത്. പക്ഷേ അത് നമ്മൾ നേടിയപ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല കളിക്കാനായിട്ടൊന്നും. അതങ്ങനെയാണല്ലോ, ലൈഫിൻ്റെ ഫേസ് അങ്ങനെയാണ്. സോ നിങ്ങൾ അങ്ങനത്തെ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഗെയിമിംഗ് PC ഒക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ പണിയൊക്കെ എടുത്ത് ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഗെയിം കളിക്കാനുള്ള സമയം കൂടെ കണ്ടെത്തുക കേട്ടോ. അല്ലാതെ എന്ത് പറയാനിട. നമുക്ക് ബാഗ് എടുക്കണം, ബാഗ്. എന്നാലേ നമുക്കിനി ചവറ് വാരാൻ പറ്റും. പണ്ട് പബ്ജി PC അല്ല, പണ്ട് ഫോണിൽ കളിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഈ ചവറ് പോലെ വാരും ഈ സാധനങ്ങളൊക്കെ പോയി. ആവശ്യമില്ലാത്തത് ഉള്ളത് എല്ലാം വാരും. അപ്പം നമുക്കൊരു ബാഗ് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ. കിട്ടി, ബാഗ് കിട്ടി. ഈ സാധനം വേണ്ട. നമുക്ക് ഒരു സ്നൈപ്പർ വേണം. ഒരു സ്നൈപ്പർ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. മിക്കവാറും സ്നൈപ്പർ എടുത്ത് വെക്കുമ്പോഴേ തന്നെ അവന്മാർ വെടിവെച്ച് ഓട്ടയിടും. നമുക്ക് കുടിക്കാനുള്ള ജലം എടുത്തിട്ടുണ്ട്. ഇതെന്താ വന്ന വഴി മറക്കല്ലടാ. ഈ തോക്കല്ലേടാ ഈ തോക്ക്. ഓക്കെ, ആ തോക്ക് തന്നെ, ആ തോക്ക്. നമുക്ക് 5 വണ്ണപ്പൂവി നമുക്ക് AKM എടുക്കാം. AKM ഇച്ചിരി നല്ല സാധനമാണ്. അതാകുമ്പം സീനുള്ള ഓട്ടോമാറ്റിക്കലി റീലോഡൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. നമ്മളെ മൊബൈൽ ഒബ്ജക്റ്റിന് ഭയങ്കര രസമാണ് കേട്ടോ അത് കളിക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലടായി. ഇപ്പോൾ വെച്ച് നമ്മൾ വരുമാനത്തിന് വേണ്ടി ഒന്നും ചെയ്യണമല്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മണൽ കണ്ട, ഗ്രാഫിക്സ് നോക്ക്, ഭയങ്കര രസമുണ്ടല്ലേ. പറ കേട്ടോ, നിങ്ങൾക്ക് 2K റെസൊല്യൂഷനിൽ ഗെയിം പ്ലേ വീഡിയോ വേണേൽ പറ. എന്തായാലും എനിക്കൊരു മോണിറ്റർ എടുക്കണോടാ. എഡിറ്റിങ്ങിനൊക്കെ കുറച്ചുകൂടെ വലിയൊരു മോണിറ്റർ വേണം. ഓടിപ്പോയി ചാടി സ്മോക്കൊക്കെ എടുത്ത് എവിടെ കൊണ്ടിടാൻ? ഒറ്റയ്ക്ക് പോകുമ്പം പിന്നെ സ്മോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉദ്ദേശിച്ച തോക്കുകളൊന്നും കിട്ടാനില്ലല്ലേ. ഇവിടെ
നോക്ക്, മണൽക്കാറ്റ് മണൽക്കാറ്റ് വന്ന് നോക്ക്. എന്റെ മോനെ, ഇവിടെ പോവാ, ഇല്ലെങ്കിൽ ഇപ്പം തീന്ന് ഇനിയിപ്പോ ഇവിടെ നിൽക്കുക, ഒന്നും കണ്ടുകൂടാ. മണൽക്കാറ്റ് വന്നാ പിന്നെ നോക്കണ്ട. വേണ്ട. എൻ്റെ അമ്മ, ഞാനിപ്പം റെക്കോർഡ് ചെയ്യണതിൽ നോക്കുമ്പോൾ ഒന്നും കണ്ടുകൂടാ എനിക്ക്. മണൽക്കാറ്റ് പോയി. ഓ, ഇത്രയും ദൂരം ഉണ്ടായി. എൻ്റെ മോനെ, മണൽക്കാറ്റ് ഇപ്പം എന്തൊരു പറ്റി. കണ്ണിലൊക്കെ മണ്ണടിച്ച് കയറി, ഒന്നും കണ്ടുകൂടാ. ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോവായിരുന്നു. മിറാമറൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരായിരുന്നു നിങ്ങളെ. M416, ഓക്കെ, അത് പിന്നെ അങ്ങനെയാണല്ലോ. M4 കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും നോക്കൂല. M4 വെച്ചാണ് കളി. ലെവൽ 2 ബാഗ്, കുപ്പി കത്തിച്ചെറിയാം. ഇതെന്തരാണെന്തോ. റെഡ് ഡോട്ട് വേണം. റെഡ് ഡോട്ട് ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ. റീലോഡ് ചെയ്യാൻ നോക്കിയതാ, ചുച്ചു മാറിപ്പോയി. അല്ല കേട്ടോ, വെറുതെ കളിക്കണമെന്നേ ഉള്ളൂ. അതൊക്കെ പൊട്ടിച്ച് ഇവിടെ നിന്നല്ലേ നമ്മൾ വന്നത്. നമുക്ക് എന്താ പക്കം പോലാം, റോഡ് പിടിച്ച് പോവാം. വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാല്ല. ഇങ്ങനെ ചരിങ്ങൊക്കെ നോക്കാൻ പറ്റും കേട്ടാ. എന്താ ഇവിടെ ഒരു വണ്ടി കിടക്കണം തോന്നണ്. ആരോ വരണടേ, എന്നെ ഇപ്പം തട്ടും മിക്കവാറും. ഒരുത്ത അവിടെ വണ്ടിയും കൊണ്ട് നിർത്തി. അവിടെ ഒരുത്തുണ്ടേ, നമുക്ക് അവനെടുക്കാം. പതുങ്ങി കിടക്കണം, നമുക്ക് ബോട്ട് കളി കളിക്കാം. ഏതോ പ്രോ, നമുക്ക് അവനെ തീക്കണം ഇന്ന്. മിക്കവാറും അവൻ നമ്മളെ തീക്കുമെന്നാണ് തോന്നണത്. നല്ല പോലെ വന്ന് കിടക്കുകയാണ് പുറത്ത്. അവിടെ ഒരു വണ്ടിയും കിടക്കണല്ലേ. ഓക്കെ, അപ്പം അവിടെ ഉണ്ട്. എന്നെ ഇപ്പം തിന്നു അവൻ. സ്നൈപ്പർ ഇപ്പം വന്ന് നീട് ഇറങ്ങി നിങ്ങാനും തന്ന. ഇപ്പൊ എന്റെ ഉച്ചിയിൽ അടിച്ചു തരും. അവൻ ആയിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വരണമെങ്കിൽ. അവിടെ നിന്ന് ആണാ പെണ്ണെന്നൊക്കെ നോക്കിയാണ്. പാടില്ല. വാ വണ്ടി എടുത്തോണ്ട് വരും അവൻ. അവനെ തട്ടി, ഞാൻ അവനെ തട്ടി. എടാ എന്തോ പഴയ കിങ്ങടാ ഞാൻ. എന്റെ വാനെ, അവൻ കാർ 98 കൊണ്ടുവന്ന എങ്കിൽ ഞാൻ അവന്റെ കാർ എടുക്കും.
4x കാറിൽ 3x 2x വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. കളിച്ചോണ്ടെന്നാ ഞാൻ ചാവും. അയ്യോ ഇപ്പ ആർക്കും വേണ്ടാതെ ചാവേണ്ടി വരുമോ? ഞാൻ അഭിനയിച്ചതാണ് ഗൈസ്, എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടാണ്. എല്ലാം എടുത്താ എൻ്റെ ചീലയൊന്നും വേണ്ടല്ലേ. അവൻ്റെ കളി, എൻ്റെ കളി അവൻ കാണണമെങ്കിൽ അവൻ നെഞ്ചു പൊട്ടിച്ചാവും. അവൻ്റെ വണ്ടി എവിടെ? 98 148 ബുള്ളറ്റ് ഇട്ടോണി എവിടാടാ പോണത്? സോറി ഡാക്കളെ. ചൂണ്ടല് നീ എന്നെ ഇരയായിട്ട് കുരുക്കാൻ നോക്കി, പക്ഷേ ചൂണ്ടല് അങ്ങനെ ഒരു മമ്മൂട്ടിയിലെ ഡയലോഗ് ഉണ്ടല്ലേ, നിങ്ങൾ പൂരിപ്പിച്ചെടുത്തോ. പോട്ട് ഞാനിതാ വരുന്നേ. നമ്മൾ അമിങ്ങിയിരുന്ന് കളിക്കണം ഗൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ മറ്റേ ഈ റീകോയിലും പരിപാടിയൊക്കെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എടുത്തിട്ടെന്നേ ഉള്ളൂ. റീകോയിലൊക്കെ ഇനി സെറ്റ് ചെയ്യണം. അതാണ് ഞാൻ കിടന്ന് ഫയർ ചെയ്തത്, മനസ്സിലായ? എന്നിട്ട് അവിടെ നിന്ന് അമിങ്ങി ഇരുന്നതും അതുകൊണ്ടാണ്. മരമേ മരമേ തീരല്ലേ, ഈ ഗുദാമിൽ നിന്ന് വെളിയിറങ്ങിയാൽ മതിയായിരുന്നു. ലൈഫ് അടിക്കട്ടെ. ലൈഫ് അടിച്ചില്ലെങ്കിൽ എൻ്റെ മരണ വാർത്ത നിങ്ങൾ കേൾക്കും. എൻ്റെ അമ്പോ എവിടെ കിടക്കണം. ഞാൻ ഓടാൻ നിന്നിരുന്നെങ്കിൽ എൻ്റെ പത വന്നേനെ. എൻ്റെ മോനെ ഇനി ലൈഫ് പെട്ടെന്ന് കുറയും കേട്ടാ. ലൈഫ് പെട്ടെന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. ബൂസ്റ്റ് അടിച്ച് പോവാം. ഓ ഡേട്ടാ വണ്ടിക്ക് ഓടി. ഏതോ ഗുദാമിലെത്തിയട. അയ്യോ ഇതിന്റെ മണ്ടയിൽ ഇനി എങ്ങനെ കയറി പോവാ? ലൈഫ് അടിച്ചോട്ടെ, ലൈഫ് അടിച്ചോട്ടെ, ഇല്ലെങ്കിൽ പണി കിട്ടും. എൻ്റെ മോനെ ഇതങ്ങ് എത്തുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ കത്തയാവും. മാപ്പ് എവിടെ? മാപ്പ് വണ്ടി ഒന്നും ലോക്ക് ആവാതിരുന്നാൽ മതി. മിക്കവാറും ഞാൻ സോണിൽ കിടന്ന് തന്നെ അവൻ്റെ പ്രാക്ക് കാണും കേട്ടാ. എന്നാലും ഞാൻ ചാടി ഇടാൻ കൊള്ളാം. ഇതാണ് ഈ മിറാമറിൻ്റെ കുഴപ്പമോടെ. വേറെ വണ്ടി കാണണമെങ്കിൽ എടുക്കണം. ബിക്കോസ് മറിയല്ലേ വണ്ടി. ദൈവമേ ലൈഫ് അടിക്കാം. വണ്ടി പുകയണടേ. മിക്കവാറും ഞാൻ സോണി കിടന്ന് തന്നെ തീരുമെന്ന്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഗൈസ്.
കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. മിക്കവാറും വണ്ടി കത്തും, ഞാൻ തീരും. 56 എവിടെ കിടക്കണ മറ്റേ ഫോൺ വീണ്ടും സ്റ്റാർട്ടായി. എൻ്റെ അമ്പു ഇതോ ഞാൻ ഓടാൻ നിന്ന് എൻ്റെ അവസ്ഥ ആലോചിക്കുകയാണ്. ഇത് ഇലക്ട്രിക് ആണെന്നോ വണ്ടി. എത്തി. പൊട്ടിക്കണവന്മാര്. ഒരു വെടി അടുത്തൂടെ പോയി, അത് വെടിയുണ്ട് അടുത്തൂടെ പോയാൽ ഞാൻ ഇപ്പം ടപ്പയാവും. കാരണം വണ്ടി അത്രയും നിന്ന് പുകയാണ്. ഇവിടെ നിറച്ച ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒമ്പൂ ഒന്ന് ശിബുവൻ മാറിക്കോടാ. ഏതെങ്കിലും ഗുദാമിൽ കൂടെ പോവാം. ചക്ക വീണപ്പം മുയലേത്ത് എന്ന് പറയും പോലെയാണ് ഒരുത്തനെ നമ്മൾ തട്ടിയത്. അവൻ്റെ പ്രാക്ക് എന്തായാലും കാണും. എനിക്ക് തോന്നുന്നു ബാക്കിൽ ഒരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്തും വെടിപൊട്ടണ്. മണൽക്കാറ്റ്. ഇതുണ്ടോ ഇവിടെ? കത്തിയാ പോലും അറിഞ്ഞൂടെ. എൻ്റെ പൊന്നെ, ഇത് എവിടെ ഞാൻ വന്ന് കയറിയത്? ആ പുളുത്തി ചത്ത്. പൊടിക്കാറ്റിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം. പൊടിക്കാറ്റിൻ്റെ ഇടയിൽ ഞാൻ വന്ന് നിന്ന് ഇറങ്ങി ചാടി കൊടുത്ത്. അവൻ്റെ പ്രാക്ക് പോലെ തന്നെ പുളിഞ്ഞു. എന്തരായാലും കൊള്ളാടെ. ശരി, അടുത്ത കളി കാണാം.